ബി.ജെ.പി നേതാവ് ജി കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. കേസിൽ വ്യക്തത വരുത്താൻ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം തെളിവുകൾ ഇല്ലാതായപ്പോൾ ജീവനക്കാർ ജാതി കാർഡ് ഇറക്കുന്നുവെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. ഇനി ഒത്തുതീർപ്പിനില്ല, നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. എല്ലാം തോറ്റു കഴിയുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ ലാസ്റ്റ് റിസോർട്ടാണ് ജാതി കാർഡ് എടുത്തത്. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ അല്ലെ തന്നെ ഇപ്പോൾ ആലോചിക്കുക, ഈ സ്റ്റേഷനിലൊട്ടി കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ രണ്ടുപേര് അവർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഒന്നും നടക്കത്തില്ല. ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ അവിടെ കേസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് നല്ല ലോയേഴ്സ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നു. ലീഗലായിട്ട് അവരെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. ഗോപാൽ ഷീന ബി.ജെ.പി നേതാവ് ജി കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിലാണ് അന്വേഷണം പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിലൊരു വ്യക്തത വരുത്താൻ എന്താണ് സംഭവിച്ചത്, ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, സാമ്പത്തിക തിരിമറി അടക്കം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് കടക്കുന്നത്. അന്വേഷണ സംഘം ആ രീതിയിലുള്ളൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതിന് ശേഷം ഇന്നും പ്രതികരണം നടത്തിയിരുന്നു കൃഷ്ണകുമാർ. അതിൽ അദ്ദേഹം പറഞ്ഞത് തെളിവുകൾ ഇല്ലാതായപ്പോൾ ഈ കേസിൽ അങ്ങനെയൊരു തെളിവുകൾ ഇവർക്കെതിരെ ഇല്ലാതായപ്പോൾ ജീവനക്കാർ ജാതി കാർഡ് ഇറക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, ഒരു വ്യക്തതയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത്? ഒരു സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രണ്ടു ഭാഗത്തു നിന്നുള്ളവരും, അതായത് കൃഷ്ണകുമാറിന്റെ കുടുംബവും മുൻ ജീവനക്കാരികളായ 3 സ്ത്രീകളും രംഗത്തുണ്ട്. ഇന്ന് 2 തവണയാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നലെ രാത്രിയിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ അക്കൗണ്ട് വഴി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ 3 പെൺകുട്ടികളും കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. തെറ്റുപറ്റിപ്പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃഷ്ണകുമാർ തന്റെ വാദിച്ചത്. ജാതീയമായ കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ. മറ്റു കാര്യങ്ങളും തെളിവുകളും ഒന്നും ഇല്ലാതാകുമ്പോഴാണ് അത്തരത്തിൽ ജാതീയതയെയും അതിനോടൊപ്പം തന്നെ സ്ത്രീപക്ഷപാതത്തേക്ക് ഇവർ കൂട്ടുപിടിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇതിൽ ഉള്ളൂ. എന്നാൽ പോലീസ് അതിന് തയ്യാറാകുന്നില്ല. പോലീസ് സേനയെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ താനിപ്പോൾ തയ്യാറാകുന്നില്ല. പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥർ, അതിൽ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം പിടിവാശി ഇത്തരത്തിലേക്ക് ഈ കാര്യങ്ങളെ കൂടുതൽ ഗുരുതര സ്വഭാവത്തിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താനും തൻ്റെ കുടുംബവും വളരെ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആശങ്കപ്പെട്ടാണ് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടുപോകലോ മറ്റ് ഭീഷണിപ്പെടുത്തലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി പണം നഷ്ടപ്പെടുമ്പോഴുള്ള വൈകാരിക വിക്ഷോഭവും അതുമൂലമുണ്ടായ ദേഷ്യവും മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഭീഷണിപ്പെടുത്തുകയോ പെൺകുട്ടികളെ ലൈംഗികമായി അധിക്ഷേപിക്കുകയോ എന്തെങ്കിലും തരത്തിലേക്ക് സെക്ഷുവലി അസാൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. FIR-ൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ എല്ലാം തന്നെ വ്യാജമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അന്ന് കണ്ട ദിവസം ഈ കുട്ടികൾ തന്നെ തങ്ങൾ തെറ്റ് ചെയ്തു എന്ന കാര്യം സമ്മതിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് 5 ലക്ഷം രൂപ ഇവർ കൊണ്ടുവന്നു. ശേഷം 8,83,000 രൂപയാണ് അന്ന് മൊത്തത്തിൽ പെൺകുട്ടികൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് കൈമാറിയത്. അതിനുശേഷം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ കൃഷ്ണകുമാർ മുന്നിൽ നിൽക്കുകയും പെൺകുട്ടികൾ ഒരു വെള്ള പേപ്പറിൽ എഴുതുകയും ചെയ്യുന്ന ദൃശ്യമുണ്ടായിരുന്നു. ആ ദൃശ്യത്തിൽ പറയുന്നത് പ്രകാരം അന്ന് അവർ എഴുതി കൊടുത്തത്, അതായത് ഈ തുക കൂടാതെ 15 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വീതം 3 പേരും നൽകാമെന്നതായിരുന്നു ആ ഉറപ്പ് നൽകിയത്. അതിനുശേഷം വീണ്ടും ഭീഷണിയുമായി ഇവർ രംഗത്ത് വന്നതോടുകൂടിയാണ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതെന്ന് കൃഷ്ണകുമാർ പറയുന്നു. എന്നാൽ ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും അതിനുശേഷം ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്. ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത്.